blessing today. This program is sponsored by Welcome to Blessing Today. We are starting a Blessing Today week. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിൽ നിന്നുള്ള വെൽ വിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ തന്നെ അനുഗ്രഹിക്കുന്നു. എല്ലാ ബർത്ത്ഡേ നന്മകളും തൻ്റെ മേലങ്ങ് ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. തൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 3 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ഓരോരുത്തർക്കും ആരോഗ്യവും വളരെ നല്ല ഒരു ഭാവിയും അങ്ങ് നൽകണമേ. മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജൂൺ മാസത്തിലെ എക്സാമിൽ നല്ല ഒരു റിസൾട്ട് ആ മകൾക്ക് അങ്ങ് കൊടുക്കണമേ. ഈ മുഴുവൻ കുടുംബത്തെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Many happy returns of the day, and thank you so much for sponsoring today's episode. അറുപത്തിയെട്ടാം സങ്കീർത്തനം 20-ാമത്തെ വചനം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നതിന് ശേഷം മലയാളത്തിൽ വായിച്ചു കേൾക്കും. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഹൂ സേവ്സ്. ഫ്രം ദ സോവറിൻ ലോർഡ് കംസ് എസ്കേപ്പ് ഫ്രം ഡെത്ത്. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, ആ ദൈവത്തിൽ നിന്നാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ വിടുതൽ ഉണ്ടാകുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു, ഏതെല്ലാം പ്രയാസങ്ങളുടെ യേശു പോയിട്ടുണ്ട്, ഇത് വിസ്തരിക്കുന്ന ഒരു വചനഭാഗമാണ്. അതൊന്ന് വായിച്ചു കേൾക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത്, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള വ്യക്തിയോട്, അഥവാ ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷകളും യാചനകളും കഴിച്ചു. എന്ത് സംഭവിച്ചു? വാട്ട് വാസ് ദ റിസൾട്ട്? വായിക്കാം. ദൈവഭയം നിമിത്തം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി നിമിത്തം അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കറൻസി നോട്ടുകളേക്കാൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന വിലപിടിച്ച പലതിനേക്കാളും മൂല്യമുള്ളത് നമ്മുടെ കണ്ണുനീരിനാണ്. ഹല്ലേലൂയ. ദൈവം വിലമതിക്കുന്നത് നമ്മുടെ കണ്ണുനീരിനെയാണ്. ഹല്ലേലൂയ. ഇന്നും കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ പോകുന്നവർ ഇതിനകത്തുണ്ടായിരിക്കാം. ഒരു കാര്യം ഓർക്കുക, നിന്റെ കണ്ണുനീർ ദൈവത്തെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരിനാൽ സ്പർശിക്കപ്പെട്ടാൽ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കും. യേശു ചെയ്തത്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ ദൈവമായിരുന്നു, മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എന്നിട്ടും താൻ മനുഷ്യനായിരുന്ന സമയത്ത് അനുഭവിച്ച വിവിധ പ്രയാസഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മരണത്തിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ
യേശു കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പിതാവിനോട് പ്രാർത്ഥിക്കുകയും തൻ്റെ ഭയഭക്തി നിമിത്തം തനിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കണ്ണുനീരിനോട് കൂടെ ഭയഭക്തി കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉത്തരം നമ്മുടെ കയ്യിൽ വന്നു ചേരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കാണുന്നത് യേശു മരണത്തിൻ്റെ മുഖത്ത് അവൻ പ്രാർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ വന്നത് നമുക്ക് വേണ്ടി മരിക്കുവാൻ ആയിരുന്നത് കൊണ്ട് യേശു ആ മരണത്തിലൂടെ പോയി. പക്ഷേ 3-ാം നാൾ യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. യേശു ജീവിച്ചിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് എൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും തിരികെ പ്രാപിക്കുവാനും അധികാരമുണ്ട്. അതിൻ്റെ അർത്ഥം തൻ്റെ ആ അധികാരത്തിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ, തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. താൻ മരണത്തിലൂടെ പോയി. അതിനുശേഷം തൻ്റെ ആത്മാവിനെ പിതാവിൽ നിന്നും തിരികെ വാങ്ങി ജീവനോടെ ഭൂമിയിലേക്ക് തിരികെ വന്നു. കൈകൾ അടിച്ച് ആ യേശുവിന് നന്ദി പറയാം. കൈകൾ അടിച്ചുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ പറയാം. പ്രൈസ് ഗോഡ്. അടുത്തൊരു വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന മരണത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചാണ്. സങ്കീർത്തനങ്ങൾ 116 3-ാമത്തെ വചനം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 116 3-ാമത്തെ വചനം. The cords of death entangled me. The anguish of the grave came over me. I was overcome by distress and sorrow. വായിക്കാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി. സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെ കയറുകൾ എന്നെ വന്ന് ചുറ്റി. പാതാള വേദനകൾ എന്നെ പിടികൂടി. പാതാളത്തിൽ നിന്നുള്ള വേദനകൾ പോലെ പലതും വന്ന് എന്നെ പിടികൂടി. കഷ്ടതയും സങ്കടവും എനിക്ക് നേരിട്ടു. കഷ്ടതയും വലിയ സങ്കടവും എനിക്ക് നേരിട്ടു. അനേകർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ നല്ല സാഹചര്യമുണ്ട്, വേണ്ടത്ര ആസ്തി ഞങ്ങൾക്കുണ്ട്, പല തലമുറകൾക്ക് ഭക്ഷിക്കുവാനുള്ളത് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിഭയങ്കരമായ സങ്കടവും വേദനയും നിരാശയും കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മറ്റു ചിലർക്ക് ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ തന്നെ അതോട് ചേർന്ന് നിരാശകൾ കൂടെ വന്ന് അതിനേക്കാൾ കഠിനമായി കാര്യങ്ങൾ മാറുന്നു. ഈ സങ്കീർത്തനം എഴുതിയ ആൾ പറയുന്നത്, മരണപാശങ്ങൾ വന്ന് എന്നെ ചുറ്റി, കയറുകൾ കൊണ്ട് ബന്ധിക്കുന്നത് പോലെ മരണം വന്ന് എന്നെ ചുറ്റി, പാതാള വേദനകൾ വന്ന് എന്നെ കടന്നു പിടിച്ചു, സങ്കടവും ദുഃഖവും എൻ്റെ മേൽ വന്ന് നിറഞ്ഞു. 8-ാമത്തെ വചനം വായിക്കാം. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണുകളെ, അതിനുശേഷം പറയുന്ന എൻ്റെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ, ഇനി എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിവസവും കേൾക്കുന്നത്. അനേകരുടെ പ്രാണനെ ദൈവം മരണത്തിൽ നിന്നും വിടുവിച്ചു. എത്രയോ സാക്ഷ്യങ്ങൾ നാം ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. വെന്റിലേറ്ററിനകത്ത് മരണത്തിൽ നിന്നും മില്ലിമീറ്ററുകൾ മാത്രം അകലെ നിൽക്കുന്ന വ്യക്തികളെ യേശു തൊട്ട് വിടുവിച്ച് ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. ആ യേശു ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇന്ന് റാന്നിയിൽ നടത്തപ്പെടുന്നത്? ആ യേശുവിൽ നിന്നുള്ള നന്മ, അനുഗ്രഹം മറ്റുള്ളവർക്ക് കൂടെ ലഭിക്കുവാൻ വേണ്ടി. നാം ഇവിടെ കേട്ട ഒരു സാക്ഷ്യം കോട്ടയത്ത് ഇതുപോലെ നിങ്ങളിരിക്കുന്നത് പോലെ മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ലഭിച്ച വിടുതലിൻ്റെ സാക്ഷ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിക്കുന്നു, അടുത്ത ദിവസങ്ങളിൽ എൻ്റെ സാക്ഷ്യം ലോകം കേൾക്കാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി ദൈവം ചെയ്തു തന്നത് ഈ ലോകം മുഴുവൻ കേൾക്കാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കൈകൾ തട്ടി യേശുവിന് നന്ദി പറയാൻ തുടങ്ങാം. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു രോഗസൗഖ്യങ്ങളും ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് ആരാധന നടക്കുമ്പോഴാണ്. ചില രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന, ഹീലിംഗ് പ്രയറിൻ്റെ സമയത്താണ്. മറ്റു ചില രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കപ്പെടുമ്പോഴാണ്. കാരണം 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം പറയുന്നത്, അവൻ വചനം അയച്ച് അവരെ വിടുവിച്ചു, സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഹി സെൻറ്റ് ഹിസ് വേർഡ് ആൻഡ് ഹീൽഡ് ദം. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് വചന ശുശ്രൂഷയുടെ സമയത്തും രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർക്ക് അറിയില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്. ചില സമയത്ത് ശാന്തമായി വളരെ സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ചുമ്മാ ഇരിക്കുമ്പോഴും രോഗസൗഖ്യങ്ങൾ നടക്കും. പല നിലകളിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു പ്രത്യേക മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രമാണ് യേശു കർത്താവ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ചില രോഗികളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് സൗഖ്യമായതായി ബൈബിൾ പറയുന്നു. എന്നാൽ ഒരു കുരുട്ടുകണ്ണനെ യേശു കർത്താവ് ചെയ്തത്, ആ കുരുട്ടുകണ്ണൻ അവിടെ നിൽക്കുന്ന സമയത്ത് യേശു നിലത്തേക്ക് തുപ്പി. ആ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ആ ചേറ് അവൻ്റെ കണ്ണിൽ പുരട്ടി ഒരു കുളത്തിൽ ചെന്ന് കഴുകാൻ പറഞ്ഞു. കഴുകി കഴിഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിച്ചു. യേശുവിന് പ്രവർത്തിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. ഒരു സ്ത്രീയുടെ ബ്ലീഡിങ് നിന്നത് എപ്പോഴാണെന്നറിയാമോ? യേശു കർത്താവിനെ തൊട്ടപ്പോഴല്ല, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ തൊട്ടപ്പോഴല്ല, യേശു അവളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് നിന്ന് ഞാന്ന് കിടക്കുന്ന നൂലിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് സൗഖ്യമുണ്ടായി. ഹല്ലേലൂയ. ഇതുപോലെ വിവിധ വിടുതലുകൾ ഈ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. വേണ്ടത് ഏത് സമയവും സൗഖ്യത്തെ പിടിച്ചെടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു വ്യക്തി തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച്, വിടുതലിനെക്കുറിച്ച്, സൗഖ്യത്തെക്കുറിച്ച്, അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. കാരണം വിശ്വാസം വർദ്ധിക്കുമ്പോൾ അവർ വേഗത്തിൽ അത്ഭുതങ്ങളെ, അനുഗ്രഹങ്ങളെ പിടിച്ചെടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി വീശി ഹല്ലേലൂയ പറഞ്ഞാൽ ഉച്ചത്തിൽ ഹല്ലേലൂയ. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ഒന്നുകൂടി പറയാം, മരണത്തിൽ നിന്നും നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്ന കർത്താവ് ഇതിനകത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ബാധിച്ച ശരീരങ്ങളുടെ മേൽ യേശുവിൻ്റെ ജീവൻ വന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. അതെല്ലാം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രോട്ട് ക്യാൻസർ ഉള്ള ആരെയൊക്കെയോ കർത്താവ് ഈ സമയത്ത് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. അതുപോലെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വളരെ ദുഃഖത്തിലൂടെ പോയിട്ടുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 6 മാസത്തോളം എനിക്കൊന്നും ഞാൻ ചിരിച്ചിട്ടില്ല. അതുപോലെ വലിയ പ്രയാസത്തിലൂടെ പോയ സന്ദർഭങ്ങളുണ്ട്. ഒരു ക്ലോക്കിൻ്റെ സൂചി 1 സെക്കൻഡ് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സമയം പോകുന്നില്ല. അതുപോലെ വലിയ പ്രാണവേദനയിലൂടെ പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ഉള്ളിൽ നിന്ന് ഉറക്കെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം കർത്താവ് എൻ്റെ വിടുതലിന് വേണ്ടി ആകാശം ചായിച്ച് ഇറങ്ങി വന്നു, എന്നെ വിടുവിച്ചു. ഇന്ന് അനേകർക്ക് വചനം കൊടുക്കാൻ വേണ്ടി കർത്താവ് എന്നെ നിയമിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ അനുഭവത്തിലൂടെ പോയതുകൊണ്ട്. കൈകൾ ഒരിക്കൽ കൂടെ അടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത്, വല്ലാത്ത ദുരിതത്തിലൂടെയും കഷ്ടതയിലൂടെയുമാണ് ഇന്ന് നിങ്ങൾ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, മഴക്കാലം കഴിയുമ്പോൾ ഒരു നല്ല വേനൽക്കാലം വരുന്നത് പോലെ, ഒരു നല്ല വസന്തകാലം വരുന്നത് പോലെ നിന്റെ ജീവിതത്തിലെ കാലാവസ്ഥയും കർത്താവ് മാറ്റും. ഋതുക്കൾ മാറി മറിയും. നിന്റെ കഷ്ടതയുടെ കാലം മാറി അനേകരെ, കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷക്കാരനാക്കി, ശുശ്രൂഷക്കാരിയാക്കി നിന്നെ മാറ്റുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ നന്നായി കൈതട്ടി കർത്താവിന് ഇപ്പോൾ സ്തുതിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ.
ഇതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഷ്ടത എന്നേക്കും നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. കഷ്ടത എന്നും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. കഷ്ടതകൾ മാറും, അതിനപ്പുറത്ത് വിടുതലിൻ്റെ ദിവസങ്ങൾ വരും. വിടുതൽ മാത്രമല്ല, മറ്റുള്ളവരെ വിടുവിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ വരും. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നോ. 116-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വചനം നോക്കാമോ? What shall I return to the Lord for all his goodness to me? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങളും നിമിത്തം ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഉത്തരം പറയുന്നത്, I will lift up the cup of salvation and call on the name of the Lord. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഉയർത്തി യഹോവയുടെ നാമം, ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കും. അടുത്ത വചനം കൂടെ വായിക്കാം. അവിടുത്തെ ജനങ്ങളുടെ എല്ലാം മധ്യത്തിൽ ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകൾ അർപ്പിക്കും. അവിടുത്തെ ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ അവനോട് എന്താണോ പറഞ്ഞത്, എന്താണോ നേർന്നത്, അത് സകല ജനവും കാണുകെ ഒരു ഉപകാര സ്മരണയായി ഞാനത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തോട് കഷ്ടത, കർത്താവേ നീ എന്നെ വിടുവിക്കുമെങ്കിൽ ഞാൻ ഇത് നിനക്ക് വേണ്ടി ചെയ്യാം എന്നൊക്കെ പലരും പറയും. അങ്ങനെ ദൈവത്തോട് പറയുന്ന വൗസ്, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സകലരും കാണുകെ ഞാൻ അർപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടതിൽ നിന്നും ലഭിച്ച ഒരു സാക്ഷ്യവുമായിട്ടാണ് ഈ ആൻറ്റി ഇന്നിവിടെ നിൽക്കുന്നത്. ആൻറ്റിയുടെ പേര് സാറാമ്മ വർഗീസ് എന്നാണ്. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: 2013 സെപ്റ്റംബർ മാസം മുതൽ ആൻറ്റിയുടെ 2 മുട്ടുകാലിലും അതിശക്തമായ വേദന തുടങ്ങി. വേദന വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. അതുപോലെ 2 മുട്ടുകാലിലും ഭയങ്കര വേദനയായിരുന്നു. ആൻറ്റി അതിനുവേണ്ടി ചെയ്തത് ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 2 മാസത്തോളം കഴിച്ചു. എന്നിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വേദന തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആൻറ്റി സഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ താനൊരു TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. 2013 നവംബർ മാസമായപ്പോഴേക്കും, ആൻറ്റി പറഞ്ഞ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, നവംബർ മാസത്തിൽ ബ്രദർ ഡാമിയൻ പറഞ്ഞു TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞത്, പെട്ടെന്ന് ആൻറ്റി പ്രാർത്ഥനയുടെ സമയമായപ്പോൾ താൻ TV കൂടെ നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബ്രദർ ഡാമിയൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കാൽമുട്ടിൻ്റെ വേദനയുള്ളവരെ യേശു ഇന്ന് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. ആൻറ്റി പറഞ്ഞു, അപ്പോൾ തന്നെ ഞാൻ ആ സൗഖ്യം ഏറ്റെടുത്തു. ഏറ്റെടുത്തപ്പോഴൊന്നും സംഭവിച്ചില്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ കാൽമുട്ടിൻ്റെ ശക്തമായ വേദന കുറയാൻ തുടങ്ങി. ആൻറ്റി പറഞ്ഞത് അന്ന് തന്നെ, ആ ദിവസം തന്നെ കഴിഞ്ഞ 2 മാസമായിട്ടുണ്ടായിരുന്ന അതിശക്തമായ വേദന പൂർണ്ണമായിട്ടും മാറിപ്പോയി. ആ സമയം തന്നെ മാറിപ്പോയി. അതെ, ആ ദിവസം തന്നെ പൂർണ്ണമായിട്ടും ആ മുട്ടുവേദനയിൽ നിന്നും ആൻറ്റി സൗഖ്യമായി. കൂടാതെ വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ആൻറ്റിക്കൊക്കെ ഒരു കാർ ഉണ്ടായിരുന്നു. ആൻറ്റിയൊക്കെ ആ കാറ് ആൻറ്റി വിറ്റതാ. പക്ഷേ വിറ്റ് കഴിഞ്ഞിട്ടും ഗവൺമെൻറ്റിൻ്റെ സെയിൽ ടാക്സിൽ നിന്നും ഇവർ തന്നെ ആ വണ്ടിയുടെ ടാക്സ് കെട്ടണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് വന്നു. അപ്പോൾ ഇവർ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു, ഞങ്ങളിങ്ങനെ വണ്ടി വിറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അതിനൊരു മറുപടി ലഭിച്ചില്ല. പക്ഷേ ഇതുപോലെ തന്നെ ആൻറ്റി വീണ്ടും TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ പറഞ്ഞു എന്നാണ് പറയുന്നത്, കൊടുക്കേണ്ടാത്ത പണം കൊടുക്കുവാൻ പറഞ്ഞതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ആ വിഷമത്തെ യേശു മാറ്റുകയാണ്. നിങ്ങൾ ആ പണം കൊടുക്കേണ്ടി വരികയില്ല എന്ന് TV-യിലൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ആൻറ്റി പറഞ്ഞത്, അത് പറഞ്ഞ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും സെയിൽ ടാക്സ് ഓഫീസിൽ നിന്നും തിരിച്ച് ഒരു ലെറ്റർ വന്നു, നിങ്ങൾ ആ പണം കൊടുക്കേണ്ട ആവശ്യമില്ല, ആ പണം നിങ്ങളുടെ പേരിൽ അവിടെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ 2 അത്ഭുതമാണ് TV പ്രോഗ്രാമിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശു ചെയ്തു കൊടുത്തതെന്നാണ് ആൻറ്റി പറഞ്ഞത്. കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. കർത്താവ്, ഈ ആൻറ്റിയോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. ഈ സാക്ഷ്യത്തോട് ചേർന്ന് അത്ഭുതങ്ങൾ നടക്കട്ടെ.
രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ വരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിൻ്റെ മകളെയും കർത്താവെ അനുഗ്രഹത്തോടെ അയക്കുന്നു. ജീസസ് നെയിം, ജീസസ് നെയിം. ആമേൻ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. യേശുവിൻ്റെ അടുക്കൽ ചെന്ന എല്ലാവരും വലിയ അനുഗ്രഹത്തോടെ മടങ്ങിയതായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കിന്ന് വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. നല്ല ദൈവമേ, ഈ സമയത്ത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിവിധ രോഗങ്ങളിലും മാനസിക സംഘർഷങ്ങളിലും പ്രയാസപ്പെടുന്നവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിടുതൽ അവരെ ഓരോരുത്തരെയും ഇന്ന് തേടിച്ചെന്ന് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് വിവിധ രീതിയിലുള്ള ക്യാൻസർ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ശരീരങ്ങളിൽ കീമോതെറാപ്പിയേക്കാളും റേഡിയേഷനേക്കാളും ശക്തിയുള്ളതായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ജോണ്ടിസ് മൂലം പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ ബ്രോങ്കൽ ഏരിയയിലും ലങ്സിലൊക്കെ ഭയങ്കരമായി കഞ്ചഷനുള്ള വല്ലാത്ത അണുബാധയും ഇൻഫെക്ഷനുമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചിലരുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് കർത്താവ് റെസ്റ്റോർ ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മൂക്കിൻ്റെ അകത്ത് മാംസ വളർച്ചയുള്ള ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കുടലിനകത്തുള്ള അൾസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടിനകത്തുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. രക്തക്കുഴലുകൾ യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞതെല്ലാം തുറന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവികമായ ഈ വലിയ വിടുതൽ കർത്താവെ നീ അയച്ചതിനാൽ നന്ദി പറയുന്ന ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന രക്തവും പഴുപ്പും വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില സമയത്ത് വല്ലാത്ത ദുർഗന്ധമൊക്കെ ഉള്ള ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവമേ, അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയം ഞാൻ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ ഇപ്പോൾ കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. കിഡ്നികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും ഡ്രഗ് അഡിക്ഷനും ചിലർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരുന്നതിനാൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച ഗൂഡല്ലൂരിലും അതിൻ്റെ പിറ്റേ ദിവസം മീനങ്ങാടിയിലുമാണ്, വയനാട് ജില്ലയിൽ. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ദിവസം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കുവാൻ ബ്ലെസ്സിങ് ടുഡേയിലൂടെ യേശു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, ഇതെല്ലാം തീർച്ചയായും അവിടെ വന്ന് പറയണം. അത് എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ വർധനവിന് ഉപകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും വരണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്ന പേരിലുള്ള ഈ കൊച്ചു പുസ്തകം. യേശുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യേശുവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, യേശുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവസ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. യേശുവിൽ ഒരുവിധം വളർന്നു കഴിഞ്ഞവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. താല്പര്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ ഇത് നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വിന്നേഴ്സ് ഫാക്ടറി
എന്ന ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിനകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കുമ്പോൾ പലപ്പോഴും നിരാശ വരുമ്പോൾ, മാർക്കുകൾ നന്നായി ലഭിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം, ഇതൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദിസ് ഈസ് എ യുണീക്ക് ബുക്ക്. ഇതുവരെ ഈ പുസ്തകത്തിൻ്റെ കോപ്പി ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇത് ആവശ്യപ്പെടാം. അതുപോലെ അധ്യാപകർക്കും മാതാപിതാക്കന്മാർക്കും ഇത് വളരെ പ്രയോജനകരമായിരിക്കും. കർത്താവ് ഇതിലൂടെയൊക്കെ ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുക. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനൽ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇത് വീക്ഷിക്കാവുന്നതാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മത്തായി 27-ാം അധ്യായത്തിൽ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഹു ആസ്ക്ഡ് ജീസസ്, ആർ യു ദ കിങ് ഓഫ് ദ ജ്യൂസ്? ഓപ്ഷൻസ്: എ ശീമോൻ, ബി ബറാബാസ്, സി യൂദ, ഡി പീലാത്തോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.